رضي الله عنه من الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായൊരു ദിവസം എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. എന്താണെന്നായിരിക്കും, ഒരു വീട്, കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. വാതിൽക്കട്ടിലിൻ്റെ താഴെ വെക്കാനായിട്ട് കുറച്ച് സ്വർണം സെറ്റപ്പാക്കി മരം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് പോയി. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെപ്പോൾ ആയി എന്നുള്ളൊരു ചോദ്യം നിരോധിച്ചിരിക്കുന്നു. കാര്യം കുറേ ആയിട്ട് ഞാൻ പുറത്തുള്ള സമയത്തൊന്നും എൻ്റെ വീടിൻ്റെ പണിയുടെ കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ ലാഗായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഒന്നും നിർത്താതെ എല്ലാ പണിയും പെട്ടെന്ന് ചെയ്ത് വീട് കൂടണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉസ്താദിൻ്റെ നല്ലൊരു ദുആ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ആ വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതൊക്കെയാണ് ശരിക്കും എൻ്റെ കണ്ണിലേക്ക് ഉദിച്ചത്. അത് ഇൻഷാ അല്ലാ ഏതൊരാൾക്കും, പാവപ്പെട്ടവർക്കെന്നോ പണക്കാർക്കെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും ഒരു വല്ലാത്ത ആഗ്രഹമാണ് ഒരു വീടെന്ന് പറയുന്നത്. അതിന് ഒരുപാട് എല്ലാ പണിയും കഴിഞ്ഞ് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഗേറ്റും വെച്ചിട്ട് നിൽക്കണം എന്നുള്ളതൊന്നുമല്ല. അതൊരു കുഞ്ഞു വീടാണെങ്കിലും സമാധാനത്തിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ അതിലാണ് വിശ്വസിക്കുന്നത്. ഇതല്പം ജഗബോഗമായിട്ട് ചെയ്തതാണ്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ പപ്പ ഈ മാസം ലാസ്റ്റിൽ പോകും. അതുകൊണ്ട് എൻ്റെ പപ്പൻ്റെ നേതൃത്വത്തിൽ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ജഗബോഗമായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എനിക്കൊരു വീടാവുക എന്നുള്ളത് എന്നേക്കാളും സന്തോഷവും ആഗ്രഹവും എൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. അവർക്ക് ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആവുക എന്നുള്ളത് അത് ഏതൊരു പാരൻറ്റിനും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ പേരൻറ്റും. എന്തായാലും ഒരുവിധം സാധനങ്ങളൊക്കെ സെറ്റപ്പാക്കി ഞങ്ങൾ പണിക്കാർക്കുള്ള ചായക കൊടുത്തു. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു സെറ്റപ്പിലേ അവർക്ക് ചായക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനേക്കാൾ നല്ലൊരു അവസ്ഥയിലേക്ക് ഞാൻ വരും എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം ഞാൻ പുതിയൊരാളാണ്. അതുകൊണ്ട് തന്നെ